ധ്യാൻ അത് മോട്ടിവേഷൻ എപ്പോഴെങ്കിലും വന്നിട്ടുള്ളൂ ഇവര് വർക്ക്ഔട്ട് ചെയ്യുന്ന കാണുന്നപ്പോൾ മോട്ടിവേറ്റഡ് ആവാൻ പറ്റില്ല. ഞാൻ കണ്ണടച്ചോളി. കമ്പയർ ടു ദ ആക്ടേഴ്സ്, ഇപ്പൊ നോർമൽ ആക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ കുറെ നോർമൽ ആക്ടേഴ്സ്, ഐ ആം അബ്നോർമൽ ആക്ടർ. ഇടയ്ക്കൊന്ന് ഞാൻ വണ്ണം വെച്ചെന്ന് തോന്നുമ്പോ ഒന്ന് ഡേറ്റ് എടുക്കും, പിന്നെ കുറയുമ്പോഴത്തേക്ക് പിന്നെ കലക്കും. പക്ഷെ ഇവന്റെ വർക്കൗട്ട് വേറെ രീതിയിലുള്ള വർക്കൗട്ടാണ്. മൊബൈലില്ല ഡബിൾ ബൈറ്റ് പുഷ്പുൾ ഡേ ആണ്. ഞാൻ അങ്ങനെ ചോദിച്ചതല്ല കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും പേര് ഞാൻ ഫോട്ടോ എടുത്തോട്ടെ, ആ ശംഭു പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ചോദിച്ചത്. ചോദിക്കണ്ട മൂത്തൊക്കെ ചോദിച്ചാ പോരെ. അങ്ങനെയുള്ള ഫിറ്റ്നസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു സിജു. ടേക്കിന് വിളിച്ചു കഴിഞ്ഞാൽ ഓടിക്കളയും. വർക്കൗട്ട് ചെയ്യാൻ കണ്ണൂർ സ്ക്വാഡിലും നിങ്ങൾ മോർണിംഗ് എല്ലാ മോർണിംഗും അല്ലേ മിക്ക ദിവസവും പറ്റാൻ നല്ല ചേർന്നു വർക്കൗട്ട് ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ അത് കാണാനുണ്ടോ? അല്ല അങ്ങനല്ല, എങ്ങനെ ഈ ഡിസംബറിൽ അല്ലെങ്കിൽ ഈ വർഷത്തോട് കൂടി ആക്ടിങ് നിർത്താം എന്ന് പറയുന്നു ആൾക്കാർ ഇഷ്ടപ്പെട്ട്. ഇനി ബാക്കിയൊക്കെ വരാനില്ല, അപ്പൊ ആൾക്കാർ തന്നെ പറയും നിർത്തിക്കോ ഡിസംബർ ആകുമ്പോഴേ. ഒരുപാട് മൂവികൾ വരട്ടെ. സോ ഹാപ്പി. അവസാനം ഇവ സിനിമയിൽ ഞാൻ കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബാക്കപ്പ് ഇല്ലാതെ വന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഭയങ്കര വലിയ അച്ചീവ്മെന്റ് അല്ലേ അത്രയും വലിയൊരു മാസ്റ്റർ പടം. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ച മീഡിയ. ചോദിച്ചു പോകാം. ഇന്ന് ചോദിച്ചു പോകുന്ന ഇരട്ടി സന്തോഷത്തിലാണ്. കാരണം സാധാരണ നമ്മൾ ഒരു സിനിമയുടെ പ്രൊമോഷനിലെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ആ ഫിലിം ഇറങ്ങുന്നതിന് ഒരാഴ്ചയോ 2 ആഴ്ച മുമ്പ് ഇൻ്റർവ്യൂ ചെയ്യും. ആ സിനിമയുടെ വിശേഷങ്ങൾ, ഇറങ്ങാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ നമ്മൾ കാണാറേ ഇല്ല. പിന്നെ അടുത്ത പടത്തിനാണ് കാണാറുള്ളത്. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ല. പടം ഈ ഒരു പെർട്ടിക്കുലർ പടം ഇറങ്ങി ആൾക്കാരെ അംഗീകരിച്ചു. അതിൻ്റെ ഒരുപാട് പേര് തിയേറ്ററുകളിൽ കയറുന്നു. അതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരട്ടി ഡബിൾ ഹാപ്പിനെസ് ആണ്. ആൻഡ് ആ സിനിമയുടെ പേരാണ് ഡിറ്റക്റ്റീവ് ഉജ്വലൻ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയുടെ ആക്ടേഴ്സ് ആണ്. ഹലോ, വെൽക്കം. അടിപൊളി. ആദ്യം തന്നെ ആ സന്തോഷം പറയൂ മിസ്റ്റർ ധ്യാൻ ശ്രീനിവാസൻ. അതിന്റെ സന്തോഷത്തിൽ കീറിയ ഷർട്ടൊക്കെ എന്ത് ചെയ്യാനാണ്? ഓരോ ദിവസം കാണുമ്പോ ഓരോ പോലെയാ. കഴിഞ്ഞ വന്നപ്പോ മസിൽ ഇങ്ങനെ മറ്റേ കട്ടടിച്ചിട്ട് ഇവിടുന്ന് ടീഷർട്ടിന്റെ ഇവിടുന്ന് കീറിപ്പോയി മസില് കൂടിയിട്ട്. അല്ല, അന്ന് ധ്യാൻ മറ്റൊരു വീഡിയോയില് നമുക്കിട്ട് അത് കഴിഞ്ഞ പിന്നെ അതങ്ങ് നിർത്തി. അത് കുറേ വൈറലായിരുന്നു ആണല്ലേ. പിന്നെ നമ്മൾ ഇതിന്റെ പ്രൊമോഷന് ഞാനും ഇവനും കൂടെ പോയിരുന്നു. ഞങ്ങള് 4 പേരും കൂടെ, നിബ്രാസ്, ഷഹബാസ് കൂടെ, നിഹാലൊക്കെ കൂടെ. അപ്പൊ അന്ന് അളിയെ വിളിച്ച പരിപാടി ശംഭുവിന്റെ പരിപാടിയാണ്, ജിഞ്ചറിന്റെ ആണെന്ന് പറഞ്ഞു. ഭയങ്കര ക്രൗഡ് ഉണ്ടാവും, 3000 പേരുണ്ട്. എമ്പുരാന്റെ ആ ലെവലിലാണ് സെറ്റ് പരിപാടിയിലൊക്കെ. 30 പേര്. ആ 30 പേരില് ഒരു 5 പേരിൽ അവിടുന്ന് മറ്റേ ഹോട്ടലിലെ ആൾക്കാരൊക്കെ വന്ന് അവസാനം ഇരുത്തേണ്ടി വന്നു. അങ്ങനെ പലരും വന്ന് കയറി. പിന്നെ വന്നിരിക്കുന്ന അവർക്ക് തന്നെ അറിയില്ല അവരാരാ, അവരെന്തിനാ വന്നത്. ജനാവലി. എന്നിട്ട് അതിന് ഏറ്റവും ആദ്യം തന്നെ ഒരു ചേച്ചി എണീക്കുന്നു. ധ്യാന്റെ എനർജി ലെവൽ എന്താ ഇങ്ങനെ കുറയുന്നേ? ഞാൻ എന്ത് പറ്റി? ആദ്യത്തെ എനർജി ഒന്നുമില്ല, പിന്നെയുള്ള പണം. പിന്നില്ലേ ഈ ഞാൻ ഇന്റർവ്യൂവിന്റെ ഓടി ഞാൻ തിരക്കാന്ന് തിരിച്ചെവിടെ പോണായിരുന്നു, എനിക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഈ ചേച്ചി ഓടി വന്ന് എന്റെ പുറകില് ഓടി വന്നിട്ട് ഞാൻ അങ്ങനെ ചോദിച്ചതല്ല കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും പേര് ഞാൻ ഫോട്ടോ എടുത്തോട്ടെ, ആ ശംഭു പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ചോദിച്ചത്. ഇതൊക്കെ ചോദിക്കണ്ട മൂത്തൊക്കെ ചോദിച്ചാ പോരെ. ആളെ വിട്ട് ആ ചേച്ചിക്ക് ഇതിലൊരു ഉത്തരവാദിത്വമില്ല. ഒരു ചേച്ചി അവൻ പറഞ്ഞിട്ട് ഞാൻ ഇത് ചോദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കാര്യമാണ്. അവൻ പറഞ്ഞിട്ട് ചോദിച്ചത് ചോദ്യം എന്താ? ഞാൻ നേടിയിട്ട് എനർജിയിൽ ഭയങ്കര കുറവാണല്ലോ. ശംഭു ചേച്ചിയുടെ കാര്യം പറഞ്ഞ നമ്മുടെ ഇന്റർവ്യൂ എടുക്കുന്ന മസ്താനിയില്ലേ, മസ്താനി ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് മസ്താനിന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ കുറെ കാലം ചേട്ടനെ പരിചയപ്പെടുന്ന വെച്ചാണ്, ചേട്ടനാണ് മുംബൈ പോലീസ് എഴുതിയല്ലേ. വളരെ സന്തോഷമുണ്ട്. ഞാൻ പണ്ട് നോട്ട് ചെയ്ത പടം, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ട പടമാണ്, പക്ഷെ ചേട്ടൻ എഴുതി എനിക്ക് അറിയില്ലായിരുന്നു. കൈ നിന്നിട്ട് പോയി. എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് അല്ലേ? അല്ല ആ ഒരു പടം കൂടെ ക്രെഡിറ്റിലായല്ലോ മുംബൈ പോയി. അവളെ സംബന്ധിച്ചിടത്തോളം മുംബൈ പോലീസ് എഴുതിയത് ഡോക്ടറാണ്. അതെ,
ഇനി ആ ഒരു നമുക്കൊരു പിന്നെ ഇപ്പൊ ഇതേപോലെ വേറെ ഏതെങ്കിലും കാണുമ്പോ ചേട്ടനല്ലേ കണ്ണൂർ സ്കോഡ് എഴുതിയെന്ന് വെച്ചിട്ട് വേറെ ആളെടുത്ത് പോയി പരിചയപ്പെടുന്നു. അത് വേറെ ഏതോ ഡോക്ടർ ആയിരിക്കും അല്ലേ? എന്തായാലും ശംഭു സാർ ശംഭു ഏത് അതാണ് പപ്പൻ ഞാനും പപ്പ ഈ ശംഭു ഒരു പേരല്ലേ അളെ കണ്ടിട്ടിട്ടതാണോ? ജനിച്ചിട്ട് കണ്ടതിന് ശേഷം ഇട്ടതാണോ? വളർന്നിട്ടിട്ടാണോ ശംഭു? 5ാം ക്ലാസ് കഴിഞ്ഞപ്പോ അല്ല ഒരു ദിവസം സ്കൂളിൽ പോകാന്നൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതോ വിളിപ്പേര് വന്നാണോ ശംഭു? അത് എങ്ങനെയോ കേട്ടോ. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നത് അല്ലേ ഈ റോൾ നമ്പർ ഒക്കെ വിളിക്കുമ്പോൾ ടീച്ചർമാര് വിളിക്കും മറ്റേ സ്റ്റൈലിഷ് പേര്, അതും വരുൺ, രാഹുൽ, കുശൽ, രോഹിത്, ശംഭു. അല്ല ശംഭു ഒരു ഭയങ്കര യുണീക്ക് പേരുമാണ്. കാരണം ആരും ായിരിക്കും പറയാം. അല്ല അങ്ങനെ അതുകൊണ്ടാണല്ലോ ഉജ്ജ്വലൻ, ശംഭു സാർ യുണീക്നെസ് ഉണ്ട് എന്തൊക്കെ കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞത് ഉജ്ജ്വലൻ, ശംഭു. അത് പക്ഷേ ഈ പടത്തില് ഒരു ബന്ധമില്ലാതെ ഒരു പാക്ക് പേര് കിട്ടിയതായിരിക്കും സച്ചിൻ. അതിന്റെ ഇടയ്ക്ക് കുഞ്ചാക്കോബനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു കുഞ്ചാക്കോബ. അത് പിന്നെ കുഞ്ചാക്കോവും ബോബനും എന്നങ്ങ് പേരിക്കാം. ഒരാള് കുഞ്ചാക്കോ മറ്റേ ബോബൻ. ഇത് എന്ത് അടിസ്ഥാനത്തിൽ അച്ഛൻ സച്ചിന് വരുന്നത്? കാരണം പറഞ്ഞു വരുമ്പോ സച്ചിനേക്കാളും പ്രായമുണ്ട്. ഏത് കാലഘട്ടത്തിൽ എടുത്താൽ പോലും സച്ചിനേക്കാളും പ്രായമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് ലോകത്തിൽ സച്ചിന് പേരിട്ട മൂപ്പർക്കായിരിക്കും. സച്ചിൻ കിടിക്കുക കേട്ടോ. സച്ചിൻ എല്ലാ ഈ സിനിമയിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എല്ലാവരും നല്ല കിഡിലുമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മൂവിയും ഗംഭീര മൂവി. ഞങ്ങൾ കയറിയപ്പോഴാണെങ്കിലും ഈവൻ സാധാരണ ഒരു പടം റിലീസായി 1, 2, 3 ദിവസത്തിന്റെ ഗ്യാപ്പിലായിരിക്കുമല്ലോ കൂടുതലും തിയേറ്ററിൽ ആൾക്കാരുടെ എണ്ണം. അത് കഴിഞ്ഞ് ഗ്രാജുവലി ആ പടം വീക്കാണെങ്കിൽ ആൾക്കാരില്ല. അതാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷേ ഇത് ഇറങ്ങി ഇപ്പോൾ 1 വീക്ക് ആയാലും അല്ല ആ ടൈമിലായാലും പോലും ആൾക്കാരുണ്ട് തിയേറ്ററിൽ. പീപ്പിൾ ഇഷ്ടപ്പെട്ടു. അതിനൊരു വലിയ കൈഡി ആകുന്നത് തരുവാണ്. യെസ്, നിങ്ങളുടെ ഫീലിങ്സ് പറയൂ. റിപ്പോർട്ട്സും അല്ലെ നിങ്ങൾക്ക് കിട്ടുന്ന കോൾസും കാര്യങ്ങളും. സിജു? നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. റീസെന്റ് അങ്ങനത്തെ ഇതിൽ വളരെ കുറച്ച് സിനിമകൾ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പുറത്തെ ഒരു സിറ്റുവേഷനിൽ ആൾക്കാർക്ക് വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമ തിയേറ്ററിൽ അല്ലെങ്കിൽ തിയേറ്റർ വാച്ചിന് പറ്റിയൊരു സിനിമ തിയേറ്ററിൽ കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട്. വളരെ ക്വാളിറ്റി വൈസ് ഇപ്പൊ പറഞ്ഞ പോലെ ആക്ടിങ്, ഫിലിം മേക്കിംഗ്, എവറിത്തിങ്, മ്യൂസിക്, സിനിമ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് അങ്ങനത്തെ രീതിയിൽ ഒരു തിയേറ്റർ വാച്ചിനുള്ള ഒരു സാധനമായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു ടെക്നിക്കൽ ക്വാളിറ്റിയും എല്ലാ രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു സാധനം കൊടുക്കാൻ പറ്റിയത്. ഇതിൽ എനിക്കൊന്ന് ഫിറ്റ്നസിന് ഭയങ്കര പ്രാധാന്യം ഉണ്ടായിരുന്നു. ഐ മീൻ സിജുവിന്റെ ക്യാരക്ടറിന്. കാരണം പല രീതിയിലും ആ ഫിറ്റ്നസിനെ റിലേറ്റ് ചെയ്ത ഡയലോഗുകൾസ് ഉണ്ടായിരുന്നു. അല്ലെ സിജു മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓൾറെഡി ഫിറ്റ്നസ് ഫ്രീക്ക് ആണ്. ഐ മീൻ പറ്റുമ്പോഴൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഇതില് മറ്റേ ലൊക്കേഷനിലും അങ്ങനെയുള്ള ഫിറ്റ്നസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു സിജു? കണ്ണൂർ സ്ക്വാഡിലും നിങ്ങൾ മോർണിംഗ് എല്ലാ മോർണിംഗും അല്ലേ? മിക്ക ദിവസവും പറ്റാൻ നല്ല ചേർന്നു. പിന്നെ അത് കാണാനുണ്ട്. അല്ല അങ്ങനെയല്ല, ഞങ്ങൾ താമസിച്ചത് ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ ഇതിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ഒരു സ്പേസ്, ഒരു വീട് പോലത്തെ സ്പേസ് ആയിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ഇടയ്ക്കൊക്കെ വർക്കൗട്ട് പിടിക്കാറുണ്ടായിരുന്നു ഗ്യാപ്പ് ടൈമിലൊക്കെ. അടിപൊളി അടിപൊളി. പക്ഷെ ധ്യാൻ അത് മോട്ടിവേഷൻ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഇവര് വർക്ക്ഔട്ട് ചെയ്യുന്ന കാണുന്നപ്പോ അത് ഞാനൊരു പടം ഷൊർണൂർ ഷൂട്ട് നടക്കുമ്പോ അന്ന് ഫസ്റ്റ് നമ്മള് താമസിച്ച പറഞ്ഞു, ഞാൻ ട്രെഡ്മില്ലൊക്കെ കൊണ്ടുവന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റൂമിൽ ട്രെഡ്മില്ലൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചെടുത്തായിരുന്നു. നോക്കുമ്പോ അവിടെ ഒരു ലോറി വരുന്നു. ലോറിയില് അപ്പൊ ധ്യാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ട്രെഡ്മില്ലൊക്കെ വന്നു. ട്രെഡ്മില്ലിൽ കൊണ്ട് റൂമിൽ നിന്നൊക്കെ പറഞ്ഞു. ഇതില് ഞാൻ 2 വർഷമായിട്ട് ട്രെഡ്മില്ലും കൊണ്ട് ഇപ്പൊ ഈ 2 വർഷമായിട്ട് ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരാളാണ് ഈ ലോറി എവിടെയൊക്കെ ഞാൻ ഷൂട്ടിന് പോകുന്നോ 2 കൊല്ലമായിട്ട് ഈ ലോറിയിൽ ട്രെഡ്മില്ല് കൊണ്ടുവരും. അപ്പൊ ഈ ലോറിക്കാർ ഇതേപോലെ നമ്മൾ ലോറി ഓടിക്കുന്ന പുള്ളിയുണ്ട്. പുള്ളി എന്നോട് ഒരു ദിവസം 1.5 വർഷം കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് ചോദിച്ചു, മോനെ ഞാൻ എത്ര കാലമായി ഞാൻ അങ്ങോട്ട് കൊണ്ടുവരുന്നു, മോൻ അവിടെ വരുമ്പോ തൊടുപുഴ വരുന്നു, ഇത് വരുന്നു.
അപ്പൊ പുള്ളി ഞാൻ കാണുന്നില്ല. ഈ പുള്ളി ഈ ഹോട്ടലില് പുള്ളി അവിടുന്ന് ചുമന്ന് കൊണ്ടുവന്ന് ഇത് ഫിറ്റ് ചെയ്ത് പുള്ളിക്കെല്ലാം അറിയാം. അപ്പൊ ഞാൻ ഒരു ദിവസം കാണുമ്പോ ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക, ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് പുള്ളി ട്രെഡ്മില് കയറ്റി താഴോട്ട് ഇറക്കി വരുമ്പോ വരികയാണ്. അപ്പൊ പിള്ളേരോട് ചോദിച്ചു, മോനെ എത്ര കാലായി, 1.5 കൊല്ലായി ഈ പൈസ ഒന്നും തന്നില്ലെങ്കിൽ കുഴപ്പമില്ല മോനെ, അതിൽ പലപ്പോഴും കയറി എന്റെ അധ്വാനല്ലേ മോനെ, ഞാൻ അത് എത്ര കഷ്ടപ്പെട്ട കയറ്റി മേലെ വെച്ച് ഇതാക്കി. ഒരു പ്രാവശ്യം അത് ഫിറ്റ്നസിനെ കുറിച്ച് എനിക്ക് കാണുമ്പോ ഒരു മോട്ടിവേഷൻ. എനിക്ക് കണ്ണു തള്ളിപ്പോയ ഒരു സംഭവം ഉണ്ട്, സീരിയസ്ലി പറയണേ. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് വർഷം പക്ഷെ അതിന്റെ എഫേർട്ട്, അതായത് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ ഞങ്ങൾ താമസിക്കുന്നു. ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വയനാട് കിടിലം ഹോട്ടലിൽ ഞങ്ങൾ താമസിക്കുന്നു. വൈകുന്നേരം 6:30 ഷൂട്ട്. അപ്പോൾ ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ ആ ജിമ്മിന്റെ ഏരിയയിൽ കൂടെ പോയി. ധ്യാനുണ്ട്, ധ്യാനകത്ത് വർക്ക്ഔട്ട്, സാറ് വർക്ക്ഔട്ടാണ്. അപ്പോൾ വേറെ ആരോ വന്ന് സാർ അകത്ത് വർക്ക്ഔട്ടാണ്, ഇന്ന് മറ്റേ ഷോൾഡറിനാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ധ്യാൻ മറ്റേ ഷോർട്സ് ഒക്കെ ഇട്ട് ഫുള്ള് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വേർത്ത് അതേ മറ്റേ ജിം വെയറൊക്കെ ഇട്ട് ഇരിക്കുന്നു. പറയും ഇനി റൂമിലൊന്നും പോകണ്ട, കുളിക്കൊന്നും വേണ്ട, ഇങ്ങനെ ഇരിക്കാൻ ബാളെ ഇരിക്കുക, ഇന്റർവ്യൂ എടുക്കുക. അങ്ങനെ എടുത്തൊരു ഇന്റർവ്യൂ, അതും പക്ക വർക്കൗട്ട്. അതെങ്ങനെ ഇപ്പൊ ചെയ്യാൻ പറ്റി? എന്നാൽ ആ ഡെഡിക്കേഷൻ അല്ല, അത് അന്ന് ആ പടത്തിനത് ആവശ്യമായിരുന്നു. 10ാം ക്ലാസ്സും +1 ഒക്കെ എഴുതി വരുന്നതുകൊണ്ട് അന്ന് ചേട്ടനായിട്ട് വലിയ ഉടക്കൊക്കെ ഉണ്ടായിട്ടാണ് അന്ന് തടി കുറച്ചതൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അന്നതിന് അല്ല, ഇതിനകത്തുള്ള സംഭവം, ഞാൻ ഇതേപോലെ ഒരു പോലീസ് പടം ചെയ്തിരുന്നു. പോലീസ് പടം 2000 ഞങ്ങൾ ചെയ്തു, സത്യം മാത്രമേ പോലും. അത് കൊറോണ സമയത്ത് കൊറോണ ബ്രേക്ക് ആയിട്ട് ഫസ്റ്റ് വന്ന സിനിമയാണ്. ഇന്റർവ്യൂ ഫസ്റ്റ് വൈറലായത് ആ സമയം. അങ്ങനെ ആ പടത്തില് ഫസ്റ്റ് ഡേ എന്നോട് പറഞ്ഞു. അപ്പൊ കൊറോണ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഫിറ്റ് ആയിട്ടാണ് ഞാൻ വന്നത്. ഭയങ്കര ഫിറ്റ് അല്ല, ഫിറ്റാ. ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുന്ന ഒരു വീട്ടിലാണ്, എന്റെ വീടായിട്ട് കാണിക്കുന്ന വീട്ടിലാണ്. അപ്പൊ ഞാൻ വീട്ടിൽ അമ്മേനെ കാണുന്നു, ഫോൺ വിളിക്കുന്നു, വീട്ടിൽ നിന്ന് പോലീസ് ഡ്രസ്സിൽ ഇറങ്ങുന്നു. പിന്നെ 25-28 ദിവസത്തോളം ഷൂട്ട് ഉണ്ടായിരുന്നു. ഈ 27ാമത്തെ ദിവസവും 26ാമത്തെ ദിവസമാണ് ഈ ഫസ്റ്റ് ഷൂട്ട് ചെയ്ത വീട്ടിൽ നിന്ന് ഇറങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഷൂട്ട് ചെയ്ത 27ാമത്തെ ദിവസം. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ 27 ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോ സീൻ നോക്കുമ്പോ നെക്സ്റ്റ് സീനാണ്, അടുത്ത സീനാണ്. പോലീസ് സ്റ്റേഷനിൽ വരുമ്പോ ഇല്ലേ തടിച്ചുരുണ്ടിരിക്കണം, ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മെലിഞ്ഞിട്ടായിരുന്നു, പോലീസ് സ്റ്റേഷൻ എത്തിയപ്പോഴേക്ക് തടിച്ച് 26 ദിവസത്തില് എല്ലാ ദിവസവും ഇതേപോലെ ട്രെഡ്മിൽ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ട്രെഡ്മില്ലിന്റെ സൈഡിലിരുന്ന് നോക്കിക്കൊണ്ട് അതിനകത്ത് പറയാൻ പറ്റത്തില്ല. ഉച്ചയ്ക്ക് ഒരു ബിരിയാണി കഴിച്ചിട്ടാ വന്നത്. ഒരു കട്ടിട്ടോ ചേർന്നാണെങ്കിൽ ഫുഡ് ഒരു ബിരിയാണി കഴിച്ചാൽ വണ്ണം കഴിക്കുന്നു. എടുത്തില്ല, നമുക്ക് ഓർമ്മയില്ല. നമ്മളെ ഗ്രൗണ്ടിൽ എടുത്തൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടൊന്നുമല്ല, ഈ ലൊക്കേഷനിൽ ശരിക്കും നിങ്ങൾ വൈബായിരുന്നു പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരുമാണ് സെയിം മറ്റേ ഈക്വൽ ഫ്രീക്വൻസി എന്നൊക്കെ പറയത്തില്ലേ? ശരിയാണോ സെജു? ഇവരുടെ പിന്നെ അടിപൊളിയായിരുന്നു. അല്ല, ഇവര് ഫിറ്റ്നസ് ഇവരൊക്കെ ശ്രദ്ധയില്ല, ഇവര് ഫുൾ ടൈം ഓഹോ അങ്ങനെയായിരുന്നല്ലേ? ഞങ്ങള് മാറിയിരുന്ന അവിടെ വല്ല പുകയൊക്കെ ശംഭു ഒക്കെ ഇട്ട് അവിടെ ഇരിക്കും. നമ്മള് ശംഭു ഇട്ടിരിക്കും. മൊത്തത്തിൽ എത്ര അഴുക്ക ചെറുക്ക് ചപ്പാത്തിയെ കഴിക്കൂ, ഇടയ്ക്കൊക്കെ എഗ് കഴിക്കൂ. ചപ്പാത്തിയോ പറയൂ. അല്ല, അങ്ങനെ നമുക്ക് ഇടയ്ക്കൊന്ന് ഞാൻ വണ്ണം വെച്ചെന്ന് തോന്നുമ്പോ ഒന്ന് ഡയറ്റ് എടുക്കും, പിന്നെ കുറയുമ്പോഴത്തേക്ക് പിന്നെ കലക്കും. പക്ഷെ ഇവന്റെ വർക്കൗട്ട് വേറെ രീതിയിലുള്ള വർക്കൗട്ടാ. മൊബൈലില്ല ഡബിൾ ബൈറ്റ് പുഷ്പുൾ ഡേ ആണ്. കിട്ടും. കഴിഞ്ഞ ഇന്റർവ്യൂവിനാന്ന് തോന്നുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു പരിപാടിയാണ്.
എനിക്ക് ആക്ടിങ് ഇനി അധികം ഞാൻ ചെയ്യാറില്ല, ഈ ഡിസംബറൊക്കെ വരെയുള്ളൂ പരിപാടി. പക്ഷെ അപ്പോഴും ആൾക്കാർ ഇത്രയും നല്ല ക്യാരക്ടേഴ്സ് എൻജോയ് ചെയ്യുന്നു. ഇപ്പൊ ഈ മൂവിയിലാണെങ്കിൽ ഇമോഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാം കവർ ചെയ്യുന്നു. എല്ലാവരും കവർ ചെയ്യുന്നുണ്ട് എല്ലാ ഏരിയയും. അപ്പം ആൾക്കാർ ഇങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ എങ്ങനെ ഈ ഡിസംബറിൽ അല്ലെങ്കിൽ ഈ വർഷത്തോടെ ആക്ടിങ് നിർത്താം എന്ന് പറയുന്നു? ആൾക്കാർ ഇത് ഇഷ്ടപ്പെട്ട് ഇനി ബാക്കിയൊക്കെ വരാനില്ല. അപ്പൊ ആൾക്കാർ തന്നെ പറയും നിർത്തിക്കോളൂ ഡിസംബർ ആകുമ്പോഴേക്കും. അല്ല ഇപ്പോ നല്ല നമുക്കിപ്പോ ഇതൊക്കെ നമ്മളെ തേടി വന്നു, അല്ലെങ്കിൽ ഒരെണ്ണം വന്നു. ഇപ്പൊ വീക്കെൻഡിന് നമ്മളെ വിളിച്ചു, നമ്മളൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. നല്ല സിനിമയുടെ ഭാഗമാകാന്ന് പറയുന്നത് വലിയ ഭാഗ്യമായിരുന്നു. അപ്പൊ അവര് പിക്ക് ചെയ്ത ഒരു കഥ നമ്മളിലേക്ക് എത്തുന്നു, അത് നമ്മുടെ ഭാഗ്യം. അല്ലെങ്കിൽ അത് വേറെ ആൾക്ക് പോയിരുന്നെങ്കിൽ നമ്മളൊന്നും ചിലപ്പോൾ ഈ സിനിമയുടെ ഭാഗമായിരുന്നു എന്നിരിക്കില്ല. അപ്പം ഇതെന്തോ സംഭവിച്ചു. അപ്പൊ കിട്ടിയാലല്ലേ ചെയ്യാൻ പറ്റൂ. നമുക്ക് നല്ലത് വരണം. വരുന്നത് വളരെ കുറവാണ് കമ്പാരിറ്റീവ് എന്ന് വെച്ചാൽ നല്ല കഥകൾ നമ്മളിലേക്ക് വരുന്നത് വളരെ കുറവാണ്. അപ്പം നല്ലത് വരുമ്പോൾ നല്ല സിനിമ ഉണ്ടാവും. നല്ല സിനിമയുടെ ഭാഗമാകുമ്പോൾ അതോടൊപ്പം തന്നെ അതിന്റെ അഭിനയിച്ച ആക്ടേഴ്സ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെടും. അത്രേ ഉള്ളൂ. അതിൽ നമ്മൾ ഈ കേസിൽ നമ്മൾ ഓൾമോസ്റ്റ് ലൈക്ക് എ സ്റ്റേജ്. നമ്മൾ ഇത്രയുള്ളൂ. നമ്മൾ തിരക്കഥയാണ് ശരിക്കും പറഞ്ഞ എന്റെ ഫൗണ്ടേഷൻ. അതിന്റെ മുകളിൽ നമ്മൾ കയറി നിൽക്കുന്നു. നമ്മൾ ഈ പ്രയോഗത്തിന് ഒരുപാട് കമ്പോണൻസ് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു സിനിമ നന്നാവുള്ളൂ. നമ്മൾ ഒരാളിപ്പോ ധ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ഷിജു അല്ലെങ്കിൽ ഞാനോ അമീനോ അങ്ങനെയല്ല. എൻ്റെ ഈ പറഞ്ഞ തന്നെ തിരക്കഥ നന്നായിരിക്കണം, എൻ്റെ സിനിമാറ്റോഗ്രാഫി, അതിൻ്റെ മ്യൂസിക്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആർട്ട്, ഒരുപാട് ഇത് കളക്റ്റീവായിട്ട് ഇപ്പൊ ചിലപ്പോൾ ഇതിലുള്ള ഒരു ക്യാരക്ടർ പാളിയപ്പോൾ തന്നെ ചിലപ്പോൾ പടം വീണു. ഇതിന്റെ ഒരു മെയിൻ എഡിറ്റ് പോയാൽ അല്ലെങ്കിൽ ഒരു സ്കോർ പാളിയാൽ ചിലപ്പോൾ സിനിമ വീണു പോകും. എത്ര നന്നായിട്ട് അഭിനയിച്ചാലും എഡിറ്റിൽ പടം വീണു പോവാം, ചിലപ്പോ പോസ്റ്റിൽ പടം വീണെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞ മ്യൂസിക് ഭയങ്കര കഷ്ടപ്പെട്ട് അഭിനയിച്ചു, ഭയങ്കര പെർഫോമൻസ് ഒക്കെയാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതല്ലെങ്കിൽ മാർക്കറ്റിംഗ് നല്ലതല്ലെങ്കിൽ, ഇത്രയും കുറെ ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്നാലും മാത്രമേ ഒരു സിനിമ ഇന്ന് ഹിറ്റ് ആവുന്നുള്ളൂ, ആൾക്കാരിലേക്ക് എത്തുന്നുള്ളൂ. പ്ലസ് അതിനോടൊപ്പം തന്നെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആയിട്ട് വേണം. അല്ലെങ്കിൽ സിനിമ നന്നായി അഭിപ്രായം കിട്ടിയോണ്ട് മാത്രമൊന്നും ആൾക്കാർ തിയേറ്ററിലോട്ട് വരുന്നില്ല. എന്താ തിയേറ്ററിൽ പോയിട്ട് ടേക്ക് ഹോം ഉള്ളത്, അല്ലെങ്കിൽ അവർക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു തിയേറ്റർ വാച്ചിനുള്ള സാധനം ഇതിനകത്ത് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് മാത്രമേ ആൾക്കാർ തിയേറ്ററിലേക്ക് പോകണുള്ളൂ ഇപ്പൊ. അല്ലെങ്കിൽ ഇതൊക്കെ OTT വരുമ്പോൾ കാണാമല്ലോ, നല്ല പടമായിരിക്കുമെങ്കിൽ പോലും OTT വരുമ്പോൾ കാണാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് പൊതുവെ ആൾക്കാർക്ക്. അത് നമുക്കും ആ ആറ്റിറ്റ്യൂഡാണ്. നമ്മളും ചില സിനിമകൾ വരുന്ന സമയത്ത് ഇത് പിന്നെ വരുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ വരുമല്ലോ എന്നുള്ള ചിന്തയാണ്. അത്ര ഗംഭീര സിനിമയാണ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ. നമുക്കിത് ഡേ 1 തൊട്ടിട്ട് നമുക്കുള്ളൊരു പ്ലസ് വെച്ചാൽ നമുക്ക് വളരെ പോസിറ്റീവ്. ഡേ 1 തൊട്ടിട്ട് ആൾക്കാർ തിയേറ്ററിലേക്ക് വന്നു, അത് വലിയൊരു അത്ഭുതം. ഡേ 1 തൊട്ട് ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നു എന്ന് പറയുന്നത് തന്നെ. അതിനോടൊപ്പം തന്നെ നമ്മളിപ്പോ തിയേറ്റർ വെച്ചിട്ട് 3-4 തിയേറ്ററിൽ പോകുമ്പോഴൊക്കെ ഏറ്റവും പോസിറ്റീവ് എന്ന് വെച്ചാല് ഫാമിലീസ്. അതെ, ഫാമിലീസ് ആണ് ഭയങ്കര ഫീഡ്ബാക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് പറയാം. ആ ബാക്കിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരുടെ റെസ്പോൺസ് നമുക്ക് കേൾക്കുമ്പോഴും. പിന്നെ നമുക്ക് ഇതുവരെ ആരും തന്നെ ഒരു വേർസ്റ്റ് റിവ്യൂ അങ്ങനത്തെ പരിപാടിയൊന്നും, അല്ലെങ്കിൽ സാധാരണ എല്ലാത്തിനും മിക്സ്ഡ് ഉണ്ടാവും. ഇത് അങ്ങനെയല്ല. ഒരു 80% 90% നമുക്ക് വളരെ പോസിറ്റീവാണ്. അറ്റ്ലീസ്റ്റ് വാച്ചബിൾ, പാസബിൾ, അല്ലെങ്കിൽ വൺ ടൈം വാച്ച് ഉള്ള സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും. മെയിൻ സ്ട്രീം ആൾക്കാർ റിവ്യൂസ് ആയിക്കോട്ടെ, എല്ലാവരും തന്നെ വാച്ചബിൾ പരിപാടി എന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. അത് ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോ നിൽക്കുന്ന സിനിമയിലെ പിന്നെ ഭയങ്കര പാടാണ്. ആൾക്കാരെ കുറച്ച് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന വളരെ വളരെ പാടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു സിനിമയ്ക്ക് ഡെഫിനറ്റ്ലി ഈ 2000 ശരിക്കും 2012 ആണോ 13 ആണോ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ബാസിലൂടെ ഐസ് ടീ 12 അല്ലേ? 12 ആ ഐസ് ടീ ചെയ്യുമ്പോൾ തൊട്ട് അല്ലെ ആ ഒരു ഡേ തൊട്ട് അല്ലെ അത് പെർഫോം ചെയ്ത ഡേ തൊട്ട് ഇപ്പോൾ വരെ നോക്കുമ്പോൾ ആ 2012 ഡ്രീം ചെയ്തൊരു സംഭവം ഉണ്ടാവുമല്ലോ, ലൈക്ക് ഐ വോണ്ട് ടു ബി ഇൻ ദ മൂവി. അല്ലെ നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഇവരൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ രാജഗിരിയുടെ ആ ഫ്ലാറ്റിന് തൊട്ട് താഴെക്കാട് ഒരു കടയുണ്ട്, അവിടെ വന്ന് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഇടയ്ക്ക് കാണും. അന്ന് എനിക്ക് തോന്നുന്നു ഷെയ്ൻ നിഗമൊക്കെ ആ ടൈമിൽ അവിടെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, രാജഗിരിയുടെ ഒക്കെ അവിടെ, രാജഗിരി കോളേജിന്റെ അവിടെ ഒരു ഇറക്കത്തിൽ ഒരു ഇക്കാടെ കടയുണ്ട്. അപ്പൊ ഇടയ്ക്ക് അപ്പൊ ഇവര് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. സമയത്ത് വന്നിട്ടുണ്ടോ? ആ, ഞാൻ അവിടെ അല്ലേ പഠിച്ചേ, രാജഗിരിയിൽ. 2 കാര്യങ്ങളാണ് ഇതിലൂടെ പറഞ്ഞത്. രാജഗിരിയിൽ ഞാൻ പഠിച്ചു, വിദ്യാഭ്യാസമുണ്ട്, പോയെന്നേ ഉള്ളൂ, പഠിച്ചെന്നേ. അപ്പൊ ഇവരുടെ സംസാരങ്ങളുണ്ട്, നമുക്ക് കേൾക്കാം. അല്ലെ സിനിമയെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ലേ, ഷോർട്ട് ഫിലിം ഐസ് ടീയെ പറ്റിയുള്ള ചർച്ചകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ടൈമിൽ കണ്ടൊരു ഡ്രീം പരിപാടി ഇപ്പൊ നോക്കുമ്പോൾ അതിന്റെ എത്രത്തോളം ഒരു രാജഗിരിയിലാണോ? അല്ല, രാജഗിരി ഇപ്പുറത്തുള്ള കടയിൽ
ഒരു ഇക്കാടെ കടയുണ്ട്, അവിടെ ഇടയ്ക്ക് സിജു വരുമായിരുന്നു. അതല്ല അപ്പൊ അങ്ങനെ ആലോചിക്കട്ടെ. ട്രാൻസേഷ്യ ബിൽഡിംഗ് കഴിഞ്ഞ് താഴോട്ട് ഇറക്കും അന്ന് അവിടെ ഒരു പടത്തിന്റെ ഫ്രീ പരിപാടിക്ക് അവിടെ ഫ്ലാറ്റിൽ നിന്നിട്ടുണ്ട്. ആ മുകളിലത്തെ ഫ്ലാറ്റ് അപ്പൊ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ സ്ഥിരം അവിടെ വരുമായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ പിള്ളേര് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. അതെ, അവിടെ കുറച്ച് നാളുണ്ടായിരുന്നു. ഷെയ്നെ ഞാൻ ഓർക്കില്ല, ഞാൻ പെട്ടെന്ന് എനിക്ക് ഡൗട്ട് വന്നു. അല്ല ഷെയ്നപ്പം ചെറിയ പയ്യനായിരിക്കും. ഡിഗ്രി ഫസ്റ്റ് ഇയർ ടൈമാണ്. അപ്പൊ അവിടെ ഫ്ലാറ്റില് പ്രീ നടക്കുന്നുണ്ടായിരുന്നു മൂവിയുടെ. അപ്പം നിങ്ങളുടെ ചർച്ചകൾ നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് ഫ്ലാറ്റ് വരെ കേൾക്കുമായിരുന്നു ചർച്ച. പിന്നെ വേല വരെ കേൾക്കാന്ന് ചർച്ച. ചായ കുടിക്കുമ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തുണ്ടല്ലോ. മോണിച്ചേട്ടൻ എവിടെയായിരുന്നു ഞാൻ ആലോചിക്കുന്നത്. 2012 തൊട്ടടുത്ത് കൂടി കാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തുടങ്ങിയത് സീരിയസ് അന്ന് സീനിയേഴ്സ് ഉണ്ടോ? പറഞ്ഞ തള്ളല് സാധനം അന്ന് സീനിയേഴ്സിൽ ജൂനിയർ ആയിട്ട് അഭിനയിക്കാം. ജൂനിയർ കറക്റ്റാ. ഞാൻ അപ്പൊ 2012 ജൂൺ മാമനെ അസിസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്, അസിസ്റ്റന്റ് ഡയറക്ടറേറ്റ്. ഇവൻ എഡിയായിട്ടുള്ള പടത്തിൽ ഞാൻ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. ഇവന് ഓർമ്മയില്ല. 916 അന്നേരം നിങ്ങൾ കമ്പനി ആയിരുന്നു? ഇല്ല, ഞാൻ അന്ന് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ, പുള്ളി ജൂനിയർ. അവന് മൊത്തം ഇതിനകത്ത് അസിസ്റ്റന്റ്. അപ്പൊ ആ ടൈമിൽ ചർച്ചകൾ ചെയ്തിട്ടുള്ള ആ ഡ്രീം വെച്ച് നോക്കുമ്പോൾ, ഇപ്പൊ നോക്കുമ്പോൾ ആ കരിയർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഹൗ ഹാപ്പി ആർ യു? തീർച്ചയായിട്ടും ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയാ, ഒരുപാട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ആസ് ആൻ ആക്ടർ, ആസ് എ പേഴ്സൺ ഒരു ഗ്രോത്ത് ഉണ്ടെന്ന് ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു. അല്ല, ഒന്നും വേണ്ടല്ലോ. നമ്മള് 19ാം നൂറ്റാണ്ടെന്നുള്ള ഒരു സിനിമയെ നമ്മള് ഫോർ എക്സാമ്പിൾ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബാക്കപ്പ് ഇല്ലാതെ വന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഭയങ്കര വലിയ അച്ചീവ്മെന്റ് അല്ലേ? അത്രയും വലിയൊരു മാസ്റ്റർ പടം. അത് വലിയ അച്ചീവ്മെന്റ് എനിക്ക് തോന്നുന്നു. അല്ല, അതിന്റെ സക്സസിനൊക്കെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സിജുവിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു ഹാപ്പി പരിപാടിയാണ് അല്ലേ? ഞാൻ അല്ല, ഞാൻ ഹാപ്പി, അതില് അത് ഹാപ്പി ഇല്ല, ഞാൻ അതിലും ഹാപ്പിയാണ്. അളിയന്റെ വളർച്ചയില്, അളിയന്റെ മസില് വളർച്ചയില്. നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമ്മൾ ഡ്രീം ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടോ, അത് ഈ റിയാലിറ്റിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന അച്ചീവ് ചെയ്യുന്നതിന്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ഒരു സിനിമയിൽ ഇപ്പൊ ധ്യാനം നോക്കുമ്പോൾ തന്നെ ഒരു വർഷം തന്നെ ഒരുപാട് സിനിമകളുണ്ട്. കമ്പയർ ടു ദ ആക്ടേഴ്സ്, ഇപ്പൊ നോർമൽ ആക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ നോർമൽ ആക്ടേഴ്സ്, ഐ ആം അബ്നോർമൽ ആക്ടർ. അപ്പൊ ഈ ഒരു സിനിമയിൽ നിന്ന് തന്നെ അടുത്ത സിനിമയിലേക്ക് ഗ്യാപ്പ് ഇല്ലാതെ പോയി പോയി ഇങ്ങനെ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് ഉണ്ടല്ലോ. അങ്ങനെ കിക്കൊന്നുമില്ല. കിക്കല്ലാതെ പോയില്ലെങ്കിൽ അവിടെ ഉള്ളൊരു കിക്ക് ചെയ്യും. ആ ലൊക്കേഷൻ ചെന്നില്ലെങ്കിൽ കിക്ക് ചെയ്യും. അതുകൊണ്ട് പോകുന്നുണ്ട്. കിക്കൊന്നുമില്ല. പൈസ വാങ്ങി പോക്കറ്റിൽ മുട്ടടിച്ച് കഴിഞ്ഞിട്ട് കുനിച്ചെറുത്തി അടിക്കുക. അതുകൊണ്ട് പോകണം. എനിക്ക് പൈസ ഒന്നുമല്ല, നമ്മളെ പരിചയത്തിലെ ആൾക്കാർ വിളിക്കും. കമ്മിറ്റ്മെന്റ്. നമ്മളെല്ലാം ഇപ്പൊ അളിയൻ എല്ലാ പടത്തിനും ഇന്റർവ്യൂ എടുക്കാൻ പോകില്ലേ? ഞാനും എല്ലാ പടത്തിലും പോകും. സിമ്പിൾ. ജോലിയുടെ ഭാഗം. എന്തെങ്കിലും കിക്ക് ഉണ്ടോ? അതെ 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 അതെ. ചെറിയ കേക്ക് അല്ലേ? കിക്കല്ലല്ലോ, ചെറിയ കേക്ക്. അതെ, കിക്കിനപ്പുറം നമ്മളെ കമ്മിറ്റ്മെന്റ് അല്ലേ? ഒരു പോയിന്റ് വരെ നമ്മളത് ഇപ്പൊ ഞാൻ കുറച്ച് സാച്ചുറേറ്റഡ് ആയി. അത് കുറച്ച് കഴിഞ്ഞപ്പോ മടുപ്പ് വരും. എല്ലാ പടങ്ങളും എല്ലാം. പിന്നെന്ന് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഈ സിനിമ ഇൻഡസ്ട്രിക്കകത്ത് ഒരുപാട് എല്ലാവരും ഒരുപാട് ബാനറായിട്ട് വർക്ക് ചെയ്ത് അസോസിയേറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഒരുപാട് ബന്ധങ്ങളായി. അപ്പൊ ഒരുപാട് അസോസിയേറ്റ്സ്, അസിസ്റ്റൻസ് ഇപ്പം വർക്ക് ചെയ്യാത്ത ആൾക്കാരില്ല. അങ്ങനെ പറഞ്ഞു വരുമ്പോ ഇവരെല്ലാം ആദ്യ സിനിമ അല്ലെങ്കിൽ ആദ്യത്തെ പടത്തിലൊക്കെ പോയിട്ട് ഇപ്പൊ പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ ബിൻഡോന്റെ സിനിമ ഞാൻ അഭിനയിക്കാൻ കാരണം ദിലീപേട്ടന്റെ ഫാക്ടർ ഒന്നുമല്ല. എനിക്ക് ബിൻഡോവും ഷാരിസും ആയിട്ടുള്ള എന്റെ ഒരു ബന്ധമാണ്. അപ്പൊ ബിൻഡോ അടുത്ത സുഹൃത്താണ്, ഷാരിസ് അടുത്ത സുഹൃത്താണ്. അപ്പൊ ഇവരുമായിട്ട് എനിക്കൊരു ആത്മബന്ധമുണ്ട്. ഷാരിസിനോടും ബിൻഡോനോടും ഡിജോനോടും ഒക്കെ ഭയങ്കര സൗഹൃദമുണ്ട്. അപ്പൊ മലയാളി ചെയ്യാനും കാരണം ഡിജോ ആണ്. അപ്പം ആ സിനിമയിലെ കഥയോ അതൊന്നും എനിക്കറിയില്ല. അളിയ ഒന്ന് 5 ദിവസം പാളിയ നമ്മളെ പരിപാടിന്റെ പളിയ ഭാഗമാണ്. അവർക്കും ഞാനൊന്ന് അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പോയി ചെയ്തതാണ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, അല്ലെങ്കിൽ മലയാളി, അല്ലെങ്കിൽ അങ്ങനെ സിനിമകളൊക്കെ. അപ്പൊ അതുപോലെ കുറെ സിനിമകൾ ചെയ്തു. അപ്പം ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇറ്റ്സ് ഓൾസോ അബൌട്ട് ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ഓൾസോ അബൌട്ട് ഈ പറയുന്ന സൗഹൃദങ്ങളും ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാനത് കീപ്പപ്പ് ചെയ്യാൻ നോക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ അതൊക്കെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഈ കോൺടാക്ട്സും കാര്യങ്ങളൊക്കെയാണ് നാളെ
അവൻ നാളെ ഒരു സിനിമ എടുക്കുമ്പോൾ അതിൽ നമുക്ക് ഭാഗമാകാം. അങ്ങനെ ഒരു കോഎക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. പിന്നെ ധ്യാൻ ടെക്നീഷ്യൻ ആയതുകൊണ്ട് ഇപ്പൊ ധ്യാൻ്റെ ഒരു പടം ധ്യാൻ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോർ എക്സാമ്പിൾ കേപ്പബിൾ ആയിട്ടുള്ള ടെക്നീഷ്യൻസിനായിട്ട് ഒരു ലിങ്ക് വെക്കുന്നപ്പോഴും നല്ലതാണ്. പുള്ളിയുടെ അസോസിയേറ്റഡ് മ്യൂസിഷ്യൻസ് ആയിട്ട് നല്ല ആൾക്കാരെ പുള്ളി ചെയ്യാം. പോസ്റ്റ് പ്രൊഡക്ഷൻ, പ്രീ പ്രൊഡക്ഷൻ കുറെ ഉണ്ടല്ലോ. നമ്മൾ ഒരു ദിവസം കൊണ്ട് നിർത്തി പോകുമ്പോൾ ഒരു യാത്ര അല്ലല്ലോ. അതെ. അതുപോലെ ഇവരുടെ ഒരു ടീം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ആ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു 3-4 പേര് ഇതിലുണ്ട്, അല്ലെങ്കിൽ ഒരു ടീമുണ്ട്. അതും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് എല്ലാവരും. ഇപ്പോൾ പോലീസുകാരനായിട്ടുണ്ട്, അതുപോലെ അമീൻ്റെ ക്യാരക്ടറാണ് വളരെ കംപ്ലീറ്റ് ഒരു ഫൺ പരിപാടി. അത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്, നിങ്ങളാണ് ആക്ട് ചെയ്യുന്നത്, നിങ്ങൾക്കിടയിൽ തന്നെ എല്ലാ പരിപാടികളും ചെയ്തു. നേരെ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ടോട്ടലി ഡിഫറെൻറ്റ്. ഈ പറഞ്ഞ ഫൺ പരിപാടി അങ്ങോട്ട് കൂടുതൽ ഇടാൻ പറ്റിയിട്ടില്ല. നമ്മൾ ആ വീഡിയോസ് ആകുമ്പോൾ നമ്മൾ തന്നെ സ്പോട്ട് ഇംപ്രൈസേഷൻ. അതെ അതെ. പിന്നെ നിഹാലിന്റെ ക്യാരക്ടർ പിന്നെയും കുറച്ച് അവന് കൈ നിടാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ നിബ്രാസിന്റെ ആയാലും ഷഹബാസിന്റെ എന്റെ ആണെങ്കിലും നമുക്ക് ഓവറായിട്ട് ഫണ്ണ് കാണിക്കാനുള്ള ഒരു സ്പേസ് തന്നിട്ടില്ല. ഡയറക്ടേഴ്സ് എങ്ങനെയാണോ പറഞ്ഞത് അത് തന്നെയാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും സോ ഹാപ്പി. അതുപോലെ തന്നെ പടം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സീൻ, ഒരു പോസ്റ്റ് ക്രെഡിറ്റ് ഒരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തെങ്കിലും ഒരു സ്പൈക്ക് എലമെന്റ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് അതിന്റെ ഒരു അതാണ് ഈ ഉജ്ജ്വൽ എന്നെ ഫോളോ ചെയ്ത് വരാൻ പോകുന്ന ഈ WCW വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ നെക്സ്റ്റ് പടം ജാംബിയാണ്. അത് എനിക്ക് തോന്നുന്നു ഈ വർഷം അവസാനത്തോടു കൂടി അവര് ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വഴി കലക്കും. ഇവരുടെ ടീമൊക്കെ എന്തായാലും കാണും. മീൻ ആൻഡ് ടീം അല്ല, നമുക്കറിയില്ല. നമ്മള് ഇതുവരെ ഒന്നും അറിയില്ല. ഈ യൂണിവേഴ്സിന്റെ ഭാഗമായിട്ടുള്ള സിനിമകളിലൊക്കെ സാധ്യതകളുണ്ടാവും. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. അടിച്ചു പോയിക്കാം. നിങ്ങൾക്കും ഒരുപാട് മൂവികൾ വരട്ടെ. സോ ഹാപ്പി. അവസാനം വന്നു ലാസ്റ്റ് പറഞ്ഞു അവസാനം ഇവ സിനിമയിൽ ഞാൻ കണ്ടന്റ് ക്രിയേറ്റർ ആണ്. You are a content creator. Yes, always. You are in the YouTube, you are in the cinema, you are everywhere. Even in the press meet, in the advertisement, on the stage, Yes. the Lulu Mall. Yes. Thank you. Okay. Railway station, bus stop, Ipo the airport. public toilets, everywhere. Also in the airport after 6:30. Appo sheri, appo all the way. Okay, thank you. And yes.